ആ പിന്നെ നിന്റെ മോള് എന്റെയും കൂടി മോള് തന്നെയാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, എവിടെങ്കിലും നിന്നാ മതിയോ? ഞങ്ങളുടെ ഭാഗ്യലക്ഷ്മിയെ കാണണ്ടേ? പിന്നെ കാണണ്ടേ, ഇവിടേക്ക് വന്നത് തന്നെ മോളെ കാണാനാ. എന്നാ വാ വാ. ആ പറഞ്ഞ സമയത്ത് തന്നെ ചടങ്ങുകൾ നടക്കട്ടെ. കളക്ടർ വന്ന് ചടങ്ങിൽ പങ്കെടുത്താൽ മതിയല്ലോ. അവരെയൊക്കെ പോലെയുള്ളവര് നമ്മുടെ കുഞ്ഞിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നതല്ലേ ഒരു മഹാഭാഗ്യമല്ലേ? മറ്റാരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല. ശിശുക്ഷേമ കേന്ദ്രത്തിൽ നിന്ന് കുട്ടിയെ ദത്തെടുക്കാൻ ആലോചിച്ച നിമിഷം മുതൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒപ്പം ഒരു വഴികാട്ടിയായിട്ട് കളക്ടർ ശാലിനിയുണ്ട്. അരുണയുടെ സുഹൃത്തും കൂടിയാ. എന്നാ പിന്നെ നമുക്ക് ചടങ്ങാരംഭിച്ചാലോ? അമ്മേ ജഗദാംബികയെ കാത്തുരക്ഷിക്കണേ. ഞങ്ങളുടെ ഈ മോള് ഈ വീട്ടിലേക്ക് ഭാഗ്യം കൊണ്ടുവന്നു എന്ന് പറഞ്ഞത് അങ്ങാണ്. അപ്പോ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ മകൾക്ക് പേരിടേണ്ടത്. ഏയ്, അതിനിപ്പോൾ ഇവിടെ അധികാരപ്പെട്ടത് വാസുദേവനാണ്. കുഞ്ഞിന്റെ മുത്തച്ഛന്റെ മടിയിലിരുത്തി കുഞ്ഞിന് പേരിടുന്നതിന്റെ അത്രയും ഫലം ഞാനിട്ടാലുണ്ടാവില്ല. വാസുദേവൻ തന്നെയാണ് അതിനർഹൻ. ഞാൻ നിർദ്ദേശിച്ച പേര് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ മതി. അയ്യോ, അങ്ങ് തന്നെ ഈ പുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചുറപ്പിച്ചതാ. ആ ഒരു ഭാഗ്യം ഞങ്ങളുടെ കുട്ടിക്കുണ്ടാകണം. എതിരൊന്നും പറയരുത്. കാര്യങ്ങൾ കാര്യങ്ങളുടെ മുറയ്ക്ക് തന്നെ ചെയ്യണ്ടേ? അത് മുത്തശ്ശൻ ചെയ്യുന്നതാണ് അത്യുത്തമം. ആ, വാസുദേവൻ ഇങ്ങോട്ടിരിക്കട്ടെ. എന്നിട്ട് കുഞ്ഞിനെ മടിയിലോട്ട് ഇരുത്തിക്കോളൂ. പേര് അദ്ദേഹം തന്നെ വിളിക്കട്ടെ. വാസുദേവൻ ഇങ്ങോട്ടിരുന്നോളൂ. ആ, ഇനി മോളെ അങ്ങോട്ട് കൊടുക്കൂ. മോളെ അച്ഛൻ്റെ കൈ കൊടുക്കും. നീ കൂടി ഇരിക്കടാ. മൂർത്തി ഇരിക്കൂ. നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച പേര് തന്നെയാണല്ലോ ഇടയുള്ളത്. അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല, ആ പേര് തന്നെയാ. കാണാതായ കുഞ്ഞിനെ കുറിച്ച് വല്ല സൂചനയും കിട്ടിയ മോളെ? ഇല്ല രാമേട്ട, അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അനുകൂലമായ ഒരു മറുപടി തരാൻ പറ്റുന്നില്ല. എവിടെയാണെങ്കിലും ജീവൻ ആപത്തൊന്നും വരാതെ ഈശ്വരൻ കാത്താ മതിയായിരുന്നു. മോള് പ്രാർത്ഥിക്ക്. അറിഞ്ഞു തന്നെ ഈശ്വരനെ വിളിച്ച് നിലത്തിറക്കും പോലെ പ്രാർത്ഥിക്കും മോളെ. കുഞ്ഞിനെ കൺമുന്നിൽ കൊണ്ടുവച്ചേരും, ഉറപ്പ്. ഈ വെറ്റില കൊണ്ട് ഇടത്തെ ചെവി അടച്ചു പിടിക്കുക. എന്നിട്ട് വലത്തെ ചെവിയിൽ പേര് വിളിച്ചോളൂ. ഭാഗ്യലക്ഷ്മി, 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 ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി, ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നവൾ, സൗഭാഗ്യത്തിന്റെ ദേവത, വീടിന് ഐശ്വര്യം നൽകുന്നവൾ. ഇതൊക്കെയാണ് ഈ പേരിന്റെ അർത്ഥമെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ കുഞ്ഞ് ഈ വീടിന്റെ വിളക്കാണ്, വെളിച്ചം. ശാലിനി വന്നു തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ.
അതെ, ഞാൻ വല്ലാതെ വൈകില്ലല്ലോ. പേരിടൽ കർമ്മം ദാ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ആഹാ, എന്താ പേരിട്ടത്? ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി. കൊള്ളാം, നല്ല പേരാ. ഓ വാവക്കുട്ടി, പേരിട്ടു വാവേ. കഴിഞ്ഞു. എനിക്ക് ജോലി തന്നു, ചെറുതായിട്ടൊന്ന് നനച്ചു. കഴിഞ്ഞു. ഇങ്ങതാ, എന്നാ ഞാൻ തുണി അങ്ങ് മാറ്റാം. ഓ ഓ മുത്തശ്ശി തുണി മാറ്റി തരാേ. കുഞ്ഞുങ്ങളുടെ മൂത്രം പുണ്യാഹത്തിന് തുല്യമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് അശുദ്ധിയല്ല. ഓ ദേ, ഇതെന്റെ ഭാഗ്യക്കുട്ടിക്ക് വാങ്ങിച്ചു കൊടുപ്പാ. എങ്ങനെയുണ്ടെന്ന് നോക്ക്. ആഹാ, കൊള്ളാലോ. ഇതൊരു മാലയാ. ഇത് ഞാൻ അണിയിച്ചോളാം. ഏ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല ശാലിനി. ആ പിന്നെ, നിന്റെ മോള് എന്റെയും കൂടി മോള് തന്നെയാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, എവിടെങ്കിലും നിന്നാ മതിയോ? ഞങ്ങളുടെ ഭാഗ്യലക്ഷ്മിയെ കാണണ്ടേ? ഹാ, പിന്നെ കാണണ്ടേ? ഇവിടേക്ക് വന്നത് തന്നെ മോളെ കാണാനാ. എന്നാ വാ വാ. ഒരുപാട് തിരക്കുള്ള ആളാ ശാലിനി. ഇങ്ങോട്ട് വരാൻ സമ്മതിച്ച തന്നെ ഞങ്ങളുടെ ഭാഗ്യം. വാ വാ ശാലിനി. ആ വരണം വരണം. നമസ്കാരം. ആ ക്ഷമിക്കണം, അർജന്റായിട്ട് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതാ ലേറ്റായത്. ആദ്യം ജനനന്മ, ജോലി, അതിനുശേഷമാവണം മറ്റെന്തും. അധികാര കസേരകളിൽ ഇരിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ നാട് രക്ഷപ്പെടാൻ മറ്റൊന്നും വേണ്ട. ആ, എവിടെ ഭാഗ്യലക്ഷ്മി? പേരിടൽ ചലം കഴിഞ്ഞപ്പോ ആളൊരു ശുദ്ധികലശവും നടത്തി. ഉടുപ്പ് മാറ്റാൻ കൊണ്ടുപോയിരിക്കുക. വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. കാർത്തിയായനി, മോളെ കൊണ്ടുപോവാ. ദാ വന്നു. ഒരു മിനിറ്റ്. ഓ മൂർത്തി, മോളെ കൊണ്ടുവരാൻ പറ. ആ, ഞാനിപ്പോ വരാം. ഹലോ. ശാലിനി, കുട്ടികളെ സത്യമ്മ വിട്ടുതരുന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ശിവൻ ഇനി ഇതിലൊന്നും പറയണ്ട.